ഒരു ജാതി ജാതകം. സത്യം പറയാലോ, ഞാൻ വളരെ എൻജോയ് ചെയ്ത് കണ്ട സിനിമയാണ് ജാതി ജാതകം. ഞാൻ കണ്ടിട്ട് ഒരുപാട് ചിരിച്ച്. നമ്മൾ ഈ ബുദ്ധിജീവി കളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പടം നമ്മളെ ഇഷ്ടപ്പെടുത്തുന്നത് എന്താണ്, പടം നമ്മളെ നമുക്ക് സന്തോഷം തരുന്നുണ്ടോ എന്നത് മാത്രമേ നോക്കേണ്ടായുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് വളരെ ഫണ്ണായിട്ട് എൻജോയ് ചെയ്ത് കണ്ട സിനിമയാണ് ജാതി ജാതകം. ഒട്ടും ബോറടിക്കാതെ. വിനീത് ശ്രീനിവാസൻ കറക്റ്റ് മീറ്റർ പിടിച്ച് അഭിനയിച്ചിട്ടുണ്ട്. മറ്റേ മാമ്പറത്ത് ജയേഷ് എന്ന് പറയുന്ന ഒരു സ്ത്രീ വിരുദ്ധനും പെണ്ണുങ്ങളെയൊക്കെ 30 വയസ്സ് കഴിഞ്ഞാൽ തള്ളച്ചിയാണ് എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലുള്ള ആളാണ്. എന്താ പറയുക, സ്ത്രീ വിരുദ്ധനും മറ്റേ സാമൂഹ്യ അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഒരു സദാചാരവാദിയായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പം അങ്ങനെയുള്ളൊരു ക്യാരക്ടറിനെ വിനീത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ലൗഡായിട്ടുള്ള പെർഫോമൻസാണ് വിനീതിൻ്റെ. അപ്പം നല്ല രീതിക്ക് കണ്ണൂർ ഭാഷയ്ക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ണൂരാണെങ്കിലും ഞാൻ പിന്നെ അധികമൊന്നും യൂസ് ചെയ്യാത്ത ലൊട്ടയൊക്കെ അതിൻ്റെ ലൊട്ടയിലെ കോടാലി ശാസ്ത്രം എന്ന് പറയുന്നുണ്ട്. ലൊട്ടയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ലൊട്ട, പിന്നെ കുരുപ്പേ എന്നൊക്കെയുള്ളത് ഇപ്പം ഒന്നും അധികം യൂസ് ചെയ്യാത്തൊരു സംഗതിയാണ്. കുരുപ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ കുറച്ച് കണ്ണൂരിലെ കുറച്ച് ലോക്കലായിട്ട് ഉള്ള സംസാരിക്കുന്ന കുറച്ച് ഭാഷ അതിലുണ്ട്. അതൊക്കെ എനിക്ക് വലിയ നൊസ്റ്റാൾജിയ ആയിരുന്നു. ഒരുപാട് സിനിമ റെഫറൻസ് ഉണ്ട് അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ബാബു ആൻ്റണിയൊക്കെ നന്നായിട്ടുണ്ട്. ബാബു ആൻ്റണി കിട്ടുന്നൊരു നല്ലൊരു കോമഡി ക്യാരക്ടറാണ്. ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ കൊള്ളാം. ബാബു ആൻ്റണിയുടെ മറ്റേ തട്ടത്തിന്മറയത്തെ റെഫറൻസ് അത് കണ്ട് ചിരിച്ചു പോയി. പിന്നെ മറ്റേ ആ പുള്ളി വിനീത് ശ്രീനിവാസൻ്റെ മറ്റേ അച്ഛനായിട്ടുള്ള പുള്ളിയില്ലേ, മറ്റേ ആരടാ, എന്നാതാൻ കേസ് കൂടെയുള്ള വക്കീൽ, ആ പുള്ളി നല്ല പോലെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അളിയനായിട്ട് വിനീത് ശ്രീനിവാസൻ്റെ അളിയനായിട്ട് വരുന്ന ആളുണ്ട്. ആ പുള്ളി നല്ല രീതിക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ത്രൂ ഔട്ട് A to Z ഫൺ. നമ്മൾ ഒന്നും ചിന്തിക്കാണ്ട് വളരെ ഒരു സ്ട്രെസ് ബസ്റ്ററാണ് ശരിക്കും ഈ ജാതി ജാതകം. എനിക്കിഷ്ടമായി.